ആരും എക്സോസ്റ്റിനോട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കേൾപ്പിക്കാൻ പറ്റിയില്ലല്ലോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ചേ. What's happening people, this is Kochimachan and welcome back to another vlog. അപ്പോൾ അങ്ങനെ ഫൈനലി ഇറ്റ്സ് ടൈം. നമ്മുടെ Ducati 1098 നമ്മുടെ കസ്റ്റംസ് പിടിച്ച വണ്ടിയല്ലേ, അത് റീസ്റ്റോറേഷനൊക്കെ കഴിഞ്ഞ് സാധനം കുട്ടപ്പനായിട്ട് നമ്മുടെ Ducati ഷോറൂമിൽ ഇരിക്കുന്നുണ്ട്. വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞ് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിരുന്നു ഇത്ര നാൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടി, വണ്ടി സെറ്റായി അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ലോഞ്ചിനാണ് പോകണം കേട്ടോ. നമ്മൾ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടി എടുത്ത് റീസ്റ്റോർ ചെയ്തല്ലേ, അപ്പോൾ അതിനതിൻ്റെതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ലോഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ നേരെ നമ്മുടെ Ducati ഷോറൂമിലേക്ക് പോകണമാണ്. ബാക്കി എല്ലാവരും അവിടെ എത്തും പയ്യെ. നമുക്കപ്പോൾ പോയിട്ട് അവിടെ പോയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ കാണാം. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മെയിൻലി Ducati കൊച്ചിയിൽ നിന്ന് നല്ല രീതിയിൽ അവർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ വണ്ടി പണിയാനും കാര്യങ്ങൾക്കൊക്കെ. കാര്യം അത് പാർട്സ് വരാനും കുറേ ലേറ്റായി, പാർട്സ് പിന്നെ കുറേ പുറത്തുനിന്നൊക്കെയാണ് സോഴ്സ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമുക്ക് നേരെ നമ്മുടെ Ducati ഷോറൂമിലേക്ക് പോയിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഉറുമ്പിക്കര പിന്നെയും വെറുതെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ചേട്ടാ ഒന്ന് പോകട്ടെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉറുമ്പിക്കര പിന്നെയും വൻ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. ഉറുമ്പിക്കരയുടെ ഫീൽ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. കാര്യം ഒരു മഴയൊക്കെ കഴിഞ്ഞ് 10 ലോറിയും കൂടെ കയറിപ്പോയപ്പോഴത്തേക്കും ഉറുമ്പിക്കര വേറെ ലെവലായി. അപ്പോൾ ജസ്റ്റ് വെയിറ്റ്, ഞാൻ നമ്മുടെ ഉറുമ്പിക്കര കാണിച്ചു തരാം ഗായ്സ്. സോ നമ്മൾ ഉറുമ്പിക്കര അടുത്ത് നമുക്ക് ഏകദേശം ഒരു 500 മീറ്ററിന് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉറുമ്പിക്കര പാസ് ചെയ്യണമായിരിക്കും. ചെറിയ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് കാണാം കേട്ടോ. എവിടെയൊക്കെ ഇട്ട് കണ്ടോ കുഴിയൊക്കെ കണ്ടോ, ഇതൊക്കെ വന്നേ ഉള്ളൂ. ഉറുമ്പിക്കര ആരോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ. ഇതെന്തൊരു പെരുവേരം കുറ്റിയാ, ഇട്ടിട്ട് നിറയില്ലെന്ന് പറഞ്ഞ ലോറിയൊക്കെ ഉറുമ്പിക്കര പോകണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ കാണിച്ചു തരാം. വി ആർ ഹിയർ സിസ് ഉറുമ്പിക്കര. കണ്ടോ ലോറിയൊക്കെ ഉറുമ്പിക്കര കയറണുണ്ടോ? നോക്കിയ കണ്ടോ, ഇതൊക്കെ എന്ത്? ദിസ് ഇസ് ഉറുമ്പിക്കര. ചില സമയത്ത് ആൾക്കാർ ബമ്പറൊക്കെ കൈ പിടിച്ചോണ്ട് പോകണം. മറ്റേ ഇടിയായിരിക്കും ചിലപ്പോൾ. ഇത് എൻ്റെ ബമ്പറാടോ. ഓ അയ്യോ സീൻ, ഇതിലൊക്കെ വീണ തീർന്നു. അപ്പോൾ ഞാൻ നമ്മുടെ Ducati ഷോറൂം എത്തി. ഇവിടെ വണ്ടികൾ നിരത്തി വെച്ചിരിക്കുന്നു. കസ്റ്റമർ വണ്ടി, ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ നടക്കാം. അതായത് നമുക്ക് പുറത്തുനിന്ന് വന്നാലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ആർക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അത് ചില സമയങ്ങളിൽ ഉണ്ടാവുള്ളൂ. Ducati കൊച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി, അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറാം. ഇവിടെ വണ്ടി മൂടിയിട്ടേക്കുകയാണ് ആഫ്റ്റർ ഫുൾ റീസ്റ്റോറേഷൻ. ഇതാണ് വണ്ടി കേട്ടോ. ഞാൻ ജസ്റ്റ് വണ്ടി കാണിക്കാം. നമ്മുടെ അഷ്കർ അവിടെ വെയിറ്റിംഗ് ആട്ടോ. നമ്മുടെ കുറച്ച് ആൾക്കാർ വരാണ്ട്, ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരാണ്ട്. അഷ്കർ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി? എന്താ കണ്ട? എപ്പോഴാണ് ഞങ്ങളെയും കൂടെ കാണിക്കണേന്ന്? അപ്പോൾ നമ്മളിപ്പോൾ അൺവീൽ ചെയ്യും വണ്ടി. ഇപ്പോൾ കുറച്ച് ആൾക്കാരും കൂടെ വന്നാൽ നമ്മൾ വണ്ടി അൺവീൽ ചെയ്യും. ഫുൾ ക്ലീൻ ആക്കി വെച്ചിട്ടാണ്. അതായത് റീസ്റ്റോറേഷൻ മൊത്തം കഴിഞ്ഞ് വണ്ടി റണ്ണിങ് കണ്ടീഷനിലാണ് ഇപ്പോൾ ഇരിക്കണേ. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു Ducati കൊച്ചി. അവിടുത്തെ ടെക്നീഷ്യന്മാർ അടിപൊളിയായിട്ട് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ അൺവീലിംഗ് ആൻഡ് ലെറ്റ്സ് സീ. അപ്പോൾ അതേ നമ്മുടെ 2 പുതിയ അതിഥികളും കൂടെ നമ്മുടെ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മളെ നടുക്കിക്കാണ് നമ്മുടെ അഷ്കർ. ഇത് അഷ്കറിന്റെ ഇക്കാക്കയാണ്. ഇക്കാക്ക പേര് ജുൽഖർ. അപ്പോൾ ഇവര് 3 പേരും നമ്മൾ വണ്ടി ഇറക്കി അൺവീലിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വണ്ടി ഇതേ സെറാമിക് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ജസ്റ്റ് അതേ സ്റ്റോക്ക് പെയിന്റ് തന്നെയാണ്. ഫുൾ സെറാമിക് ചെയ്ത് ഫുൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് അഷ്കറെ വണ്ടി ടോട്ടൽ ആഫ്റ്റർ റീസ്റ്റോറേഷൻ? കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ. എന്നാലും നിന്റെ ഒരു അഭിപ്രായം? ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. Ducati കൊച്ചിയുടെ വർക്കും എല്ലാത്തിനോടും അടിപൊളി. അപ്പോൾ അഷ്കർ ഇത് കൂടുതൽ ഓടിക്കൊണ്ടിരുന്ന, പക്ഷെ നമ്മുടെ ഇക്കാക്ക ഉണ്ട്. ഇക്കാക്ക പറയൂ എങ്ങനെ, ലൈക്ക് വണ്ടി എടുത്തപ്പോഴും ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ?
ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുക്കാട്ടി ഞങ്ങൾ കസ്റ്റമേഴ്സിൽ നിന്ന് എടുത്താണ്. ഈ പർച്ചേസ് അതായത് നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് എടുത്തപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിരുന്നു. അതായത് എങ്ങനെയാണോ കസ്റ്റമേഴ്സ് ട്രീറ്റ് ചെയ്തത് അതേപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. കുറേ ഫോട്ടോസും വീഡിയോസും ഇറങ്ങിയിട്ടുണ്ട് ഈ മഴയത്തും വെയിലത്തൊക്കെ ഇട്ട്. യൂട്യൂബിലൊക്കെ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അതായത് മഴയും വെയിലും കൊണ്ട് വണ്ടിയിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റൂല, എന്തൊരു സ്ക്രാപ്പ് കിടന്നൊരു പ്രതിനിധിയാണ് നയിച്ചത്. അപ്പോൾ ഇത് കസ്റ്റമേഴ്സ് കിടന്നപ്പോഴേ അങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിനെ കുറിച്ച്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തു. അപ്പോൾ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത് ഈ വണ്ടി ഇന്ത്യയിൽ ഐ തിങ്ക് ഒന്നോ രണ്ടോ അറിയില്ല കറക്റ്റ്. ഇപ്പോഴും ഡുക്കാട്ടി നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടില്ല, കറക്റ്റ് ഇൻഫർമേഷൻ തന്നിട്ടില്ല. ഇവൻ എന്തോ നമ്മളതെടുത്ത് കസ്റ്റംസിൽ നിന്ന് എടുത്ത് നേരെ അത് ഡുക്കാട്ടി കൊച്ചിയിൽ അങ്ങനെ എത്തിച്ചു. പക്ഷെ അവരുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടായിരുന്നു. നമുക്ക് എന്ത് വേണം ചെയ്യാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇതിന് എവിടെ നിന്നായാലും എന്തായാലും പാർട്സ് ലോകത്തിൻ്റെ ഏത് കോണിലും എന്തിലുണ്ടെങ്കിലും നമുക്ക് എത്തിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്ത് നമുക്ക് ഇതിൻ്റെ പാർട്സ് എവിടെയൊക്കെയാണ് അവൈലബിലിറ്റി എന്നൊക്കെ നോക്കിയിട്ട് പുറത്തുനിന്ന് കംപ്ലീറ്റ് ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെ പാർട്സ് എല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന് ഡുക്കാട്ടി കൊച്ചിനെ ഏൽപ്പിച്ചു. ഡുക്കാട്ടി കൊച്ചിയുടെ സർവീസ് ആണെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് എങ്ങനെ ഇരുന്ന വണ്ടിയാണെന്നുള്ളതും ഇപ്പം എങ്ങനെയാണ് എൻ്റെ കണ്ടീഷൻ എന്നുള്ളതും എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും. ടോട്ടലി ലൈക്ക് അവർ എനിക്ക് തോന്നുന്നു പാർട്സ് എവിടെ നിന്നാണ് ശരിക്കും എടുത്തത്? നമ്മൾ ഇറ്റലിയിൽ നിന്ന് തന്നെയാണ് അങ്ങ് ഇമ്പോർട്ട് ചെയ്തത്. ഇറ്റലി ടു ദുബായ് ടു കൊച്ചി അങ്ങനെ വന്നല്ലേ. പിന്നെ ഇതിപ്പോൾ ബ്രാൻഡ് ന്യൂ പോലെ തന്നെ ഇരിക്കേണ്ടത്. അതായത് ഇപ്പോൾ അന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്നത്തെ ഈ യൂട്യൂബിലൊക്കെ ഉള്ള ഒരു വൈറൽ വീഡിയോ ഉണ്ട്. ആ കണ്ടീഷനും ഈ ഒരു കണ്ടീഷനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ബ്രാൻഡ് ന്യൂ ആയിട്ട് തന്നെ ആൾക്കാരൊക്കെ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വണ്ടീനെ രക്ഷപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. കാര്യം അത്രയും മോശമായി കിടന്നൊരു വണ്ടി ഒരാള് നമുക്കിപ്പോൾ ഒരു വണ്ടിക്ക് ചെയ്യാൻ വണ്ടി എന്നല്ല, നമ്മൾ എന്തൊരു സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത് എത്രയും നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെ എന്തെങ്കിലും പോസിബിൾ ആണോ, നമുക്കൊണ്ട് വയബിൾ ആണോ എന്നുണ്ടെങ്കിൽ നമ്മളത് മെയിൻലി ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ എല്ലാം കൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹവും ബാക്കി എല്ലാം കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ട രീതി തന്നെ തന്നു. ഡുക്കാട്ടി കൊച്ചി ആണെങ്കിലും വളരെയധികം സപ്പോർട്ടായിരുന്നു. എന്തുണ്ടെങ്കിലും അവർ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഇതിൻ്റെ പുറകെ ഓടിക്കൊണ്ടെന്ന് വെച്ചാൽ ബ്രദറാണ്. അതിൻ്റെ പാർട്സും കാര്യങ്ങളും ഡുക്കാട്ടി കൊച്ചിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാം ചെയ്തുകൊണ്ടെന്ന് വെച്ചത് അനിയനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അവൻ കൂടുതൽ ഇവിടെ തന്നെ ആയിരുന്നു. അതിൻ്റെ ഓരോ ബാക്കപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഏതൊക്കെ പാർട്സാണ് ഏതൊക്കെയാണ് അപ്പോൾ തന്നെ അത് ഓർഡർ ചെയ്ത് ഇമ്പോർട്ട് ചെയ്യിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര അഫോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെ നമുക്ക് കൊണ്ടുവന്ന പാർട്സ് അത് അവർ വേണ്ട രീതിയിൽ തന്നെ അവർ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്കിപ്പോൾ വണ്ടി തന്നിട്ടുണ്ട്. അത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ. പക്ഷെ കൊടുത്ത എങ്ങനെയോ തന്നപ്പോൾ ബ്രാൻഡ് ന്യൂ ആയിട്ട് ഞങ്ങൾക്ക് തന്നേക്കണം. അപ്പോൾ ഡുക്കാട്ടി കൊച്ചിനോടും ഇതിൻ്റെ പുറകിൽ പിന്നെ പുറത്തുള്ള ആൾക്കാരുണ്ട് തരാൻ വേണ്ടി കുറേ പേര് ദുബായിലുള്ള ഫ്രണ്ട്സും ഇറ്റലിയിലുള്ള ഫ്രണ്ട്സൊക്കെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത്. അവരോടെല്ലാവരും വളരെയധികം താങ്ക്ഫുൾ. ഈ ഒരു നിലയിൽ എത്തിച്ച ഡുക്കാട്ടി കൊച്ചിക്കും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്. അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഫുൾ കണ്ടീഷൻ. ആഷ്കറെ ആരും എക്സോസ്റ്റിനോട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കേൾപ്പിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ചേ. ഇതാണ് കൺസോൾ. ഇപ്പോൾ നമ്മളന്ന് കണ്ടായിരുന്നു, വന്ന് കറക്റ്റ് ഓൺ ആയിട്ടുണ്ടായില്ല. ഇപ്പോൾ ബാറ്ററിയൊക്കെ പക്കയുണ്ട്. അപ്പോൾ കണ്ടത് ഇതാണ് വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ടും ലിയോവിൻസിൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി ഒരു രക്ഷയില്ലാത്ത അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ക ബ്രാൻഡ് ന്യൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഡുക്കാട്ടി 1098S നമ്മൾ പുറത്തേക്ക് ഇറക്കി. സത്യം പറഞ്ഞാൽ താങ്ക്സ് ടു അഷ്കർ ആൻഡ് ദർ ഹോൾ ഫാമിലിയുടെ. അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ആ വണ്ടിയിൽ നല്ല രീതിയിൽ മുടക്കി ആ വണ്ടി പക്കയായിട്ട് അവർ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് ആ വണ്ടി കിടന്ന കണ്ടീഷനും ഇപ്പോഴത്തെ കണ്ടീഷനും കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്ത് തോന്നിയത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ വണ്ടി റണ്ണിങ് കണ്ടീഷനിലായതിന്. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫൈൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കിൻ്റെ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ലെങ്കിലും അറിയിക്കുന്ന ഈ സാധനം മറ്റാരും നിങ്ങൾ സ്വന്തം കൊച്ചി. ബൈ. അപ്പോൾ ജസ്റ്റ് വെയിറ്റ്, ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഉറുമ്പിക്കര കാണിച്ചു തരാം എന്ത് ഹാർഡാണ്.
ഞാൻ എക്സ്പൾസിൽ ഫുൾ റൈഡിങ് ഗിയർ ഒക്കെ ഇട്ടാണ്. കാര്യം നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സേഫ്റ്റി. അപ്പോൾ സേഫ്റ്റി ഫസ്റ്റ്. നമ്മൾ നമ്മുടെ റൈഡിങ് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ഉറുമ്പിക്കരയും കാര്യങ്ങൾക്കൊക്കെ പോകാം കേട്ടോ. ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫ്. ഭയങ്കര ടഫായിരിക്കും കേട്ടോ. കാര്യം എനിക്കറിയില്ല, വല്ലാത്തൊരു ടെറൈനാണ് ഇവിടെ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. മഴയൊക്കെ പെയ്താൽ പിന്നെ തെന്നും ഭയങ്കരമായിട്ട്. പിന്നെ കല്ലുകളുടെ സൈസൊക്കെ കൂടി വരും ഓരോ ദിവസം തോറും. സാധാരണ നമ്മൾ ഉറുമ്പിക്കര എന്നൊക്കെ പറഞ്ഞാൽ കല്ലിൻ്റെ സൈസ് ചെറുതാവുക ചെയ്യണേ. പൊട്ടി ചെറുതാവും. ഇവിടെ കല്ലിൻ്റെ സൈസ് വലുതായി വരിക. സോ ഓ മാൻ, ദിസ് ഈസ് വെരി ഡേഞ്ചറസ്. എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ. I think we have reached the main part of ഉറുമ്പിക്കര. എത്തുന്നില്ല. ഇത് ഞാൻ വീഡിയോയുടെ അവസാനമായിരിക്കും ഇടാൻ പോണ. കാര്യം വെറുതെ നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ നോക്ക്, കണ്ടാ ഈ ലോറിയിൽ നിന്ന് മിക്കവാറും